ഡ്രൈവിംഗ് ത്രില്ല് ജൈന്റ് ഫ്രാങ്ക്ലിൻ ബ്രദേഴ്സും കാര്യത്തിന് നമ്മളെ ഫ്രാങ്ക്ലിനും കാര്യത്തിന് ഓടിച്ചിട്ടുണ്ട്. അപ്പൊ ഫ്രാങ്ക്ലിൻ അറ്റാക്ക് ചെയ്യാൻ നിൽക്കുന്നുണ്ട്. അപ്പൊ ഇതെന്ത് കാരണത്തിൽ ഞാൻ പാർട്ട്ണർ തരാം ഗൈസ്. നമ്മൾ വർക്കൗട്ട് ഒക്കെ ചെയ്ത് കഴിഞ്ഞില്ല. അപ്പൊ എന്തായാലും നമുക്കൊരു കോളും കാര്യത്തിന് വരുന്നത് നമ്മൾ കുറെ നേരം വർക്കൗട്ട് ഒക്കെ ചെയ്ത്. ഹലോ ഫ്രാങ്ക്ലിൻ തന്നെ ഫ്രാങ്ക്ലിന്റെ ബ്രദേഴ്സും കാര്യത്തിന് വലിയ അത്യാവശ്യം ഞാൻ പറഞ്ഞ ലൊക്കേഷൻസ് കാര്യത്തിന് ഞങ്ങൾക്ക് ഒരു ഫോട്ടോ കാര്യത്തിന് വിട്ടിണിച്ച് നോക്കിയാൽ അവർക്ക് മനസ്സിലാണെങ്കിൽ നോക്കട്ടെ ഗൈസ്. നമുക്കൊരു ഫോട്ടോ കാര്യത്തിന് വിട്ടിട്ട് വരാം. ഫോട്ടോ വെച്ചിട്ട് നമുക്ക് അറിഞ്ഞ സ്ഥലം കാര്യത്തിന് ഓക്കെ ആയിട്ട് വരാം വെക്ക്. അപ്പൊ നമ്മളോട് അങ്ങോട്ട് പോരാൻ പറഞ്ഞപ്പോ എന്തായാലും നമുക്ക് നേരെ ഫോണും കാര്യത്തിന് വിളിച്ചാൽ അങ്ങോട്ട് പോയൊക്കെ നമ്മൾ ബ്രദേഴ്സും കാര്യത്തിന് വിളിച്ചു. കുറെ കാലത്തിന് ശേഷം വിളിച്ചിന് നിന്ന് പണി തരാനൊന്നും അറിയില്ല. നമുക്ക് നേരെ കാറും കാര്യത്തിന് എടുത്താൽ നമുക്ക് നേരെ ആ ലൊക്കേഷനും കാര്യത്തിന് പോയി നോക്കാം. അങ്ങനെ നമ്മൾ കാറും കാര്യത്തിന് കയറിയാണ് പോയിട്ടുണ്ട്. അപ്പൊ എന്തായാലും നമുക്ക് നേരെ പെട്ടെന്ന് പോയി നോക്കാം. പക്ഷെ നമ്മളെ റോഡും കാര്യത്തിന് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. അതോടെ സ്മൂത്ത്നെസ്സും കാര്യത്തിന് റോഡിനും കാര്യത്തിന്. അപ്പൊ എന്തായാലും നമുക്ക് നേരെ ഓടിച്ചു നോക്കാം. നമ്മൾ ഓടിച്ചുമ്പോൾ തന്നെ ഫീലിംഗ് കാര്യത്തിന് ചെയ്യുന്നുണ്ട്. അപ്പൊ എന്തായാലും നമ്മൾ ആ ലൊക്കേഷനിലും കാര്യത്തിന് എത്തിയാണ്. അപ്പൊ ഇതപ്പോഴേ കാണിച്ചപ്പോൾ നമ്മൾ സൈഡിലായിട്ട് വണ്ടിയും കാര്യത്തിന് ഒതുക്കി നോക്കുമ്പോൾ ഇവിടെ കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് നോക്കും. ഇവിടെ ഇപ്പോഴും വന്നിട്ടില്ല ബ്രദേഴ്സും കാര്യത്തിന്. അപ്പൊ കുറെ കാലത്തിന് ശേഷം വിളിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ എന്താ യാതൊന്നും അറിയില്ല. അപ്പൊ ഈ ബിൽഡിങ്ങിന്റെ ഫോട്ടോ കാര്യത്തിന് നമ്മൾ കഴിച്ചെന്ന് യാതൊരു നമുക്ക് കുറച്ചേരം ഇവിടെ വെയിറ്റ് ചെയ്തേക്കാം. നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കണം. അപ്പൊ ഒച്ചും കാര്യത്തിന് കേൾക്കുന്നത് ബാക്കിൽ ആരൊക്കെ ഉണ്ട് തോന്നുന്നു വിളിച്ചോ ഇഷ്ടത്താണ്. നമ്മൾ രണ്ടും ബ്രദേഴ്സും കഴിച്ചാൽ നമ്മൾ അതേ മകിച്ചായും കഴിച്ചിട്ടുണ്ടാണ് കഴിച്ച് നമ്മൾ പെട്ടെന്ന് നെട്ടി ഇതൊക്കെ കുറെ കാലത്തിന് ശേഷം കാണുന്നത്. എനിക്ക് സുഖം തന്നെ. കുറെ കാലം അങ്ങോട്ടും വിളിച്ചാലേ കാണാനൊക്കെ പറ്റില്ല. അപ്പൊ എന്താ വെച്ചാൽ ഫ്രാങ്ക്ലിനെ വിളിച്ചാൽ നമുക്കൊരു അത്യാവശ്യമുള്ള പോലീസ് സ്റ്റേഷനും കാര്യത്തിന് കുറച്ച് ക്യാഷും കാര്യത്തിന് നമ്മളെ അടുത്ത് പിടിച്ചത്. അപ്പൊ ഇജ്ജ് വിചാരിച്ചാൽ മാത്രമേ ഊരാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് എന്നെ വിളിച്ചത്. അപ്പൊ എന്തായാലും അവിടെ ക്യാഷും കാര്യത്തിനുണ്ട്. അതേപോലെ തന്നെ ലിക്വിഡും കാര്യത്തിനുണ്ട്. അതൊരു എനിക്ക് പറഞ്ഞ ലൊക്കേഷൻ കാര്യത്തിന് ഒരു മരത്തിന്റെ മുകളിൽ അവിടുന്ന് പോയിട്ട്. അപ്പൊ നമുക്ക് ആദ്യമായിട്ട് പ്രദേശം കാര്യത്തിന് ഇങ്ങനെ ഒരു പണി കാര്യത്തിന് തരില്ല. അപ്പൊ നമ്മള് നോന്നും കാര്യങ്ങളും പറഞ്ഞിട്ടില്ല. അപ്പൊ എന്തായാലും നമുക്ക് ചെയ്ത് കൊടുത്തു. അപ്പൊ പോലീസ് സ്റ്റേഷനിൽ കയറണം. പക്ഷെ നമ്മൾ ഈ വേഷത്തിൽ പോലീസ് സ്റ്റേഷനിലും കാര്യങ്ങൾ കയറ്റില്ല. എന്താ വെച്ചാൽ പോലീസ് സ്റ്റേഷനിൽ പണം അതേപോലെ തന്നെ കാറ് എന്തെങ്കിലും നമ്മൾ പുറത്തിറക്കാത്ത സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ആരും മോൾ കയറ്റില്ല. അപ്പൊ എന്തെങ്കിലും നമുക്ക് നേരെ വേഷം കാര്യത്തിന് മാറാം. അപ്പൊ നേരെ നമ്മൾ എന്തെങ്കിലും ഊട്ടും കാര്യത്തിന് എന്റെ അടുത്ത് ഒരു വേഷം കാര്യത്തിന്റെ അതിട്ട് നമുക്ക് നമ്മളെ ഫ്രാങ്ക്ലിനെ പോലീസുകാർക്ക് മുതൽ മനസ്സിലാവില്ല. അപ്പൊ ഞാൻ കാണിച്ചു തരുന്നത് എന്തെങ്കിലും വീട്ടിൽ കാര്യത്തിന് ഞാൻ എത്തി തുടങ്ങിയത്. പക്ഷെ അപ്പൊ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇട്ടാൽ തന്നെ മനസ്സിലാവില്ല. അപ്പൊ എന്തെങ്കിലും നമുക്ക് വീട്ടിന്റെ ഉള്ളിൽ അർമാറിന്റെ ഉള്ളിലും കാര്യത്തിന് നമ്മൾ വെച്ച് നമുക്ക് ആവശ്യത്തിന് എടുക്കാൻ വെച്ചുകൊണ്ട് വെച്ചതാണ്. ഇപ്പൊ കുറച്ച് രണ്ട് വീഡിയോ ഞാൻ ഉൾപ്പെടുത്തിന് കണ്ടവർക്ക് മനസ്സിലാവുന്നേക്കാം. പിന്നെ അതേപോലെ തന്നെ കുറച്ച് പണിയും കാര്യത്തിന് ലിക്വിഡും കാര്യത്തിനുണ്ട്. അത് നമുക്ക് മനസ്സിലായി മരിച്ചിട്ട് അവിടെ ഉണ്ട് പറഞ്ഞ. അപ്പൊ എന്തെങ്കിലും ഇത് കഴിഞ്ഞിട്ട് അങ്ങോട്ട് പോകേണ്ടി വരും കഴിച്ചപ്പോ ഞാൻ വേഷം മാറാൻ അർമാറിന്റെ അടുത്തതിന് കഴിച്ച് ഇതിന്റെ ഉള്ളിൽ വേഷം കഴിച്ചത് മാറി ചേഞ്ച് കാണിച്ചിട്ട് കഴിച്ച് ഞാൻ ചേഞ്ച് കഴിച്ചിട്ട് അപ്പൊ ഇത് കണ്ടാൽ ഫ്രാങ്ക് ആണ് കാര്യത്തിന്. അപ്പൊ നേരെ പോലീസ് സ്റ്റേഷനിൽ പോയി നോക്കണം. എങ്ങനെ പോകണം നമുക്ക് യാതൊരു നമുക്ക് അവിടെ എത്തിയിട്ട് എന്തെങ്കിലും ഐഡിയും കാര്യത്തിന് ഒപ്പിച്ച് നോക്കുന്നുണ്ട്. നമുക്ക് നേരെ കയറി നോക്കാം. വണ്ടി കാര്യത്തിന് എടുത്താൽ നമുക്ക് നേരെ എന്തെങ്കിലും പോലീസ് സ്റ്റേഷൻ കാര്യത്തിന് പോയി ഇതിന്റെ പ്ലാനിൽ നമ്മൾ എന്തെങ്കിലും കേസ് കൊടുക്കാൻ വന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് നേരെ കയറാൻ പറ്റുന്ന തോന്നുന്നത്. നമുക്ക് ഏറ്റവും യാതൊരു ഇല്ല. എന്തെങ്കിലും നമുക്ക് വെയിറ്റ് ചെയ്ത് നിൽക്കേണ്ടത് യാതൊരില്ല. അപ്പൊ നമുക്ക് നേരെ പോയി നോക്കിയാൽ മാത്രമേ മനസ്സിലാവുള്ളൂ ഏറ്റവും യാതൊരില്ല. അപ്പൊ പോലീസ് സ്റ്റേഷൻ കാര്യത്തിന് വീട്ടിന് മുന്നിലായിട്ടുണ്ടായി കുഴപ്പമൊന്നും പെട്ടെന്ന് പോലീസ് സ്റ്റേഷൻ കാര്യത്തിന് പോകാൻ പറ്റുന്നില്ല. അപ്പൊ നമ്മളെല്ലാം പോയി നോക്കാം. ഗൈസ് സാറും കാര്യത്തിന് ഉണ്ടാകുന്ന അറിയില്ല. ഗൈസ് ഒരു സാറും കാര്യത്തിനുണ്ട്. അപ്പൊ നമുക്ക് നേരെ ഇവിടെ വണ്ടി നിർത്തിയാൽ നമുക്ക് സാറിനോട് ചോദിച്ചു നോക്കാം. അപ്പൊ എന്താ ചോദിച്ചോ നമുക്ക് നേരെ കേസ് കൊടുക്കാൻ വന്നാൽ നമുക്ക് എസ് ഐനെ കാണുന്ന പറഞ്ഞാൽ കുറച്ച് വെയിറ്റ് കേസ് കാര്യത്തിന് വരില്ല തോന്നുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് നേരെ അത് പറഞ്ഞു നോക്കാം. അപ്പൊ എന്തായാലും നമുക്ക് നേരെ പോയി നോക്കാം. അപ്പൊ നമ്മളോട് സാറും കാര്യത്തിന് അല്ല സാർ എനിക്ക് എസ് ഐനും കാര്യത്തിന് കാണുക. എസ് ഐ കാര്യത്തിന് കുറച്ച് നേരം കഴിഞ്ഞു എന്തായാലും ഉള്ളിൽ കയറിയൊക്കെ തരിക. ഓക്കെ സാർ ഞാൻ ഉള്ളിൽ വെയിറ്റ് ചെയ്യാം. അപ്പൊ നമ്മളോട് ഉള്ളിൽ കാര്യത്തിന് വെയിറ്റ് ചെയ്തിരിക്കാൻ പറഞ്ഞത്. അപ്പൊ നമ്മൾ കുറച്ച് നേരം കഴിഞ്ഞിട്ട് നമുക്ക് പോകാം. ഗൈസിന് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ നമ്മൾ ഇവിടെ ആരുമില്ല. അപ്പൊ നമ്മൾ എന്തെങ്കിലും ഉള്ളിൽ കാര്യത്തിന് കയറാണ്. കുറച്ചും കൂടെ വെയിറ്റ് ചെയ്യുന്ന വെച്ചപ്പോ എസ് ഐയും കാര്യത്തിന് വരുന്നത്. അപ്പൊ എന്തെങ്കിലും മുകളിലും കാര്യത്തിന് സ്വർണ്ണം ഉണ്ടെന്ന് പറഞ്ഞത്. സ്വർണ്ണ ക്യാഷ് എന്താണെന്ന് അറിയാതെ ബാഗും കാര്യത്തിന് ഉണ്ടെന്ന് പറയാം. അപ്പൊ എന്തായാലും നേരെ ബാഗും കാര്യത്തിന് അങ്ങനെ എടുത്തിരിക്കണം. കഴിച്ചപ്പോൾ ഇതാണ് ബാഗും കാര്യത്തിന്. നമുക്ക് പോലീസുകാർ അറിഞ്ഞിട്ട് പിന്നെ നമുക്ക് വണ്ടി കയറി പോകണം. പോലീസുകാർ ഒരാൾ പോലീസുകാർ മാത്രമേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് പെട്ടെന്ന് അറ്റാക്ക് ചെയ്യാൻ നിൽക്കാണ്. പെട്ടെന്ന് വണ്ടി കയറി നമ്മൾ വണ്ടിയും കാര്യത്തിന് കയറി. അപ്പൊ എന്തായാലും നമുക്ക് നേരെ തിരിച്ച് വീട്ടും കാര്യത്തിന് പോകണം. ഇത് ഡ്രസ്സും കാര്യത്തിന് മാറിയിട്ടാണ് നമുക്ക് ചലഞ്ചിനും കാര്യത്തിന് പോകാൻ വേണ്ടി. അപ്പൊ എന്തായാലും നമുക്ക് വീട്ടിൽ കാര്യത്തിന് പോകണം. അപ്പൊ ഡ്രസ്സ് മാറിയിട്ട് അതേപോലെ ബാഗും ചേഞ്ച് ചെയ്യാണ്ട് ബാഗ് ചേഞ്ച് ചെയ്യാൻ നമുക്ക് നോക്കുന്നുണ്ട്. എന്തായാലും വീട്ടിൽ എത്തട്ടെ നമുക്ക് നേരെ ഡ്രസ്സും കാര്യത്തിന് ഊരിച്ചു. അപ്പൊ അതേപോലെ പോലീസുകാർ തപ്പി വന്ന ഡേഞ്ചറും കാര്യത്തിനാണ്. അപ്പൊ എന്തായാലും നമ്മളാണ് പോലീസുകാർക്ക് എന്തെങ്കിലും മനസ്സിലെത്തി. അതുകൊണ്ട് ഭാഗ്യമുണ്ട്. അപ്പൊ എന്തായാലും നമുക്ക് നേരെ വീട്ടിലും കാര്യത്തിനെത്തി. നമ്മൾ ബാഗും കാര്യത്തിന് ചേഞ്ച് ചെയ്യാന്ന് വിചാരിച്ചു. അപ്പൊ നമുക്ക് ഒരു വൈറ്റ് ബാഗും കാര്യത്തിന് ഇതേപോലെ തന്നെ വൈറ്റ് ബാഗ്. അപ്പൊ അത് ആക്കാതെ വിചാരിച്ചിട്ടുണ്ട്. അപ്പൊ എന്തായാലും നമ്മൾ അൾമാറിന്റെ കാര്യത്തിന് എത്തിയില്ലേ. അപ്പൊ പറഞ്ഞ നമ്മുടെ ഡ്രസ്സ് നേരത്തെ മാറി. അതേപോലെ തന്നെ നമ്മുടെ ഡ്രസ്സും കാര്യത്തിന് ഊരിയും കാര്യത്തിനുണ്ട്. അപ്പൊ നമ്മൾ ബാഗും കാര്യത്തിന് പറ്റി എന്റെ പൈസ കാര്യത്തിന് ദീക്കാക്കിയിട്ട് അപ്പൊ ആ ബാഗ് അവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ അത് ആവശ്യം വരും. അപ്പൊ എന്തെങ്കിലും നമുക്ക് നേരെ ചലഞ്ചും കാര്യത്തിന് പോകാം. അപ്പൊ എന്തായാലും നമ്മൾ ഈ വണ്ടിയും കാര്യത്തിന് നമ്മുടെ വീട്ടിന് മുന്നിലും കാര്യത്തിനാണ് ചലഞ്ചും കാര്യത്തിനാണ് കാണുന്ന കണ്ടുകാരും കാര്യത്തിനാണ്. അപ്പൊ എന്തായാലും നമുക്ക് നേരെ കാറിലും കാര്യത്തിന് കയറേണ്ട ചലഞ്ച് നടക്കുന്നത് പോകാം. എന്തായാലും നമ്മൾ ചലഞ്ച് വീട്ടിന് മുന്നിലായതുകൊണ്ട് പെട്ടെന്ന് ചലഞ്ച് ഫിനിഷും ചെയ്യാൻ പറ്റുന്നില്ല. അപ്പൊ എന്താ നമുക്ക് ചലഞ്ചൊക്കെ പോയാൽ മനസ്സിലാവും കൊടുക്കണ്ടെന്ന് യാതൊരില്ല. അപ്പൊ നല്ല ചലഞ്ചും കാര്യത്തിന് തുടങ്ങി. അപ്പൊ ഇവിടെയാണ് ചലഞ്ച് നമ്മൾ കാറിനിറങ്ങാൻ നടന്ന് പോകേണ്ടി വരും ഫസ്റ്റൊക്കെ.
അപ്പൊ അതിൽ ചലഞ്ച് ചെയ്യുന്ന കാണിച്ചില്ല. അപ്പൊ ഇതാണ് ചലഞ്ച് പറയുന്നത്. നടന്ന കണ്ടെയ്നറിന്റെ മുകളിൽ കൂടെ ചാടി ചാടി പോകുമ്പോൾ കാറും കയറ്റുന്നുണ്ട്. അപ്പൊ നമുക്ക് എല്ലാവർക്കും അറിയണേ ഇത് മൂന്നാമത്തെ ചലഞ്ചും കയറ്റുന്നത് ഇത് കളിച്ചിട്ട്. അപ്പൊ നമ്മൾ കണ്ടെയ്നർ കയറി ഇങ്ങനെ പോകുന്നുണ്ട്. അപ്പൊ എന്തെങ്കിലും കുഴപ്പമില്ലാതെ കയറുന്നത് തോന്നുന്നുണ്ട്. അപ്പൊ എന്തായാലും നീല കണ്ടെയ്നറും കയറി ഈ ചുവപ്പ് കണ്ടെയ്നർ അതേപോലെ തന്നെ കയറി. അപ്പൊ ഇത് സിമ്പിളും കയറ്റാനാണ് കയറി വണ്ടിയായിട്ടാണ് കൊടുക്കും കയറ്റില്ല. അപ്പൊ എന്തായാലും നീല കണ്ടെയ്നറും ഈ ചുവപ്പ് കണ്ടെയ്നർ പിന്നെ നീല ചുവപ്പ് അങ്ങനെയൊക്കെയാണ് വരുന്നത്. അപ്പൊ എന്തായാലും ചുവപ്പ് കണ്ടെയ്നർ കയറിയിരിക്കുന്നത്. അതേപോലെ നീല കണ്ടെയ്നറും ഉണ്ട്. അതേപോലെ ഇനി ഒരു ചുവപ്പ് കണ്ടെയ്നറും കയറ്റുന്നുണ്ട്. അപ്പൊ നീല കണ്ടെയ്നർ ചുവപ്പ് കണ്ടെയ്നർ കയറി കഴിഞ്ഞ് അപ്പൊ ഇനി അതേപോലെ തന്നെ നീല കണ്ടെയ്നർ പിന്നെ ഒരു ചുവപ്പ് കണ്ടെയ്നർ കൂടെ കാറുണ്ട്. അങ്ങനെ ലാസ്റ്റത്തെ കണ്ടെയ്നറും കയത്തിന് കയറി കഴിഞ്ഞിട്ട് അപ്പൊ ഇനി കണ്ടെയ്നറൊന്നും കയറാനില്ല. അപ്പൊ എന്തായാലും നമുക്ക് റാമ്പും കയറ്റുന്നത് റാമ്പ് കൂടെ നടന്ന ഒരു വണ്ടി കയറ്റുന്നുണ്ട്. അപ്പൊ ഏതാ വണ്ടി എന്ന് അറിയില്ല. പക്ഷേ മുന്നിൽ താറും കയറ്റിനെ തോന്നുന്നുണ്ട്. അപ്പൊ മഞ്ഞ താറും കയറ്റിനെ തൊട്ട് അപ്പൊ നമുക്ക് പോയാൽ തന്നെ മനസ്സിലായി ഈ ബോക്സും കയറ്റിനെ കയറിയ പിന്നെ വേസ്റ്റ് പിന്നെ കൂടെ നടക്കണേ നോക്കിയാ നടന്നല്ലേ. അപ്പൊ അത് കീപ്പിട്ടും കയറ്റിനെ ബുക്കിനെ കയറി. അപ്പൊ എന്തായാലും നമുക്ക് നേരെ കാറിലും കയറ്റിനെ കയറാന്ന് വിചാരിച്ചേ. പക്ഷെ അപ്പൊ ഇത് താറും കയറ്റിനാണ്. അപ്പൊ എന്തായാലും താറിന്റെ ഉള്ളിയും കയറ്റിന് കയറി. ഇത് മോഡിഫൈ താറും കയറ്റിനാണ്. അപ്പൊ എന്തായാലും ഇവിടെ സ്ഥിരം താറും കയറ്റിനുണ്ടാവില്ലേ. അപ്പൊ നമുക്ക് താറിന് യൂസ് ചെയ്യാൻ പറ്റും. എന്താ വെച്ചാൽ ഇവിടെ കുറച്ച് ഓഫ് റോഡ് കയറ്റിന്. അപ്പൊ അതിന് പറ്റിയ വണ്ടിയും കയറ്റിനാണ്. അപ്പൊ എന്തായാലും നമുക്ക് നേരെ ഈ വണ്ടി കയറ്റിന് എടുക്കാന്ന് വിചാരിച്ചപ്പോ നമ്മളെ വണ്ടി കയറ്റിന് എടുത്തത്. അപ്പൊ യാതൊരു നമുക്ക് സംഭവിക്കുന്ന യാതൊരില്ല. നമുക്ക് പോയി നോക്കാം. നമ്മള് പരിചയമുണ്ട് കുറെ വട്ടം പോയ പരിചയം കൊണ്ട് നമുക്ക് എന്തായാലും മനസ്സിലാക്കി പോകാൻ പറ്റണമെങ്കിൽ അപ്പൊ നമുക്ക് ഔട്ടായി പിന്നെയും കളിച്ചാനൊക്കെ പറ്റണമെങ്കിൽ നമ്മൾ മാക്സിമം ഔട്ടാക്കാതെ കളിച്ചാണ് പിന്നെ ഇങ്ങനെ കളിച്ചാൽ മെനക്ക് രണ്ടാഴ്ചിട്ട് മാക്സിമം ഔട്ടാക്കാതെ നോക്കണം. ഇപ്പൊ ഇവിടെ റാമ്പും കയറ്റുന്നുണ്ട്. ഇപ്പൊ അവിടെ നിന്ന് വെല്ല ചാടിയാൽ മതി. അപ്പൊ അത് സ്പീഡ് കയറ്റി ചാണ്ടാച്ചിട്ട് ബ്രേക്ക് ഓടിച്ച് ചാടിയത്. അപ്പൊ എന്തായാലും വെല്ല ചാടിനെ കുറച്ച് സ്പീഡ് ആക്കുന്നുള്ളൂ. അപ്പൊ ഇവിടെ കണ്ടെയ്നറും കയറ്റുന്നുണ്ട്. അപ്പൊ സൈഡിലായിട്ട് പിന്നെ റാമ്പ് കയറ്റുന്നുണ്ട്. ഇവിടെ കുറച്ച് നല്ല മോണെ കളിച്ചാൽ മാത്രമേ ജയിക്കാൻ പറ്റും. ഇവിടെ ചെറിയ ഗ്യാപ്പും കയറ്റുന്നുണ്ട്. അപ്പൊ ആ ഗ്യാപ്പ് കുടുങ്ങിയാൽ തന്നെ ടയർ കുടിക്കാൽ തന്നെ അടിച്ചു പോലെ ചാടി ചാടി കളിച്ചു. പിന്നെ ഇവിടെ വേസ്റ്റ് പിന്നും കയറ്റുന്നുണ്ട്. ഇവിടെ കുറച്ച് ഡേഞ്ചറും കയറ്റുന്നുണ്ട്. എന്താ ഭാഗ്യത്തിൽ രക്ഷപ്പെട്ട പിന്നെ അവിടെ കുറച്ച് ഇടിച്ച് അപ്പൊ പെട്ടെന്ന് വലിച്ചോണ്ട് കാര്യമായി. അപ്പൊ ഇവിടെ റാമ്പ് കയറ്റുന്നത് റാമ്പ് പോയപ്പോ ടാസ്ക് കയറ്റുന്നത്. അപ്പൊ എന്തെങ്കിലും നേരെ പോയി നോക്കി എന്താ നമുക്ക് യാതൊരു ലഗേജ് അവിടെ തട്ടിക്കാൻ എന്തെങ്കിലും കുടുങ്ങി ഉണ്ടാവുക. അപ്പൊ എന്തെങ്കിലും കുഴപ്പമില്ലാതെ ഇങ്ങനെ പോകുന്നുണ്ട്. അപ്പൊ റാമ്പോണ്ട് പിന്നെ അവിടെ ക്യാപ്പും കയറ്റുന്ന സ്ഥലത്ത് നമ്മൾ മൂന്നാമത്തെ പോകണം. അപ്പൊ അതിലൊക്കെ പരിചയമുണ്ട്. അപ്പൊ എന്തെങ്കിലും ഗ്യാപ്പ് കയറ്റിന് കഴിഞ്ഞാൽ അപ്പുറത്ത് ചാടിക്കണം. അപ്പൊ ഇവിടെ റാമ്പും കയറ്റുന്ന റാമ്പിന്റെ മുകളിൽ കൂടെ പോകുന്നുണ്ട്. അപ്പൊ എന്തായാലും ഇനി റാമ്പും കയറ്റുന്നത് തോന്നുന്നുണ്ട് കഴിച്ചു. അപ്പൊ ഇനി റാമ്പും കയറ്റുന്നത് അപ്പൊ അതിന്റെ മുകളിൽ കൂടെ ചാടിണ്ട്. അപ്പൊ ഇവിടെ കുറച്ച് ഓഫ് റോഡും കയറ്റുന്നുണ്ട്. ഇവിടെ മാക്സിമം ഈ വണ്ടി കയറ്റുന്ന കുടുങ്ങി നിൽക്കലാണ്. അപ്പൊ എന്തായാലും കുടുങ്ങി നിൽക്കൂല. എന്തായാലും നമ്മളെ ബെല്ലാണ് ലാഗ് അടിച്ചാൽ പോകുള്ളൂ. അതുകൊണ്ട് ഞാൻ പറഞ്ഞ ലാഗ് അടിച്ച് തന്നെയാണ് പോകണം. അപ്പൊ ഈ വണ്ടിയൊക്കെ ഇവിടെ നിൽക്കുള്ളൂ. ഇവിടെ മോഡിഫൈ വണ്ടിയൊക്കെ ആയിട്ട് വന്നതിനാൽ നമ്മൾ കുടുങ്ങി കിടക്കുന്നുണ്ട്. അപ്പൊ കണ്ടെയ്നറിന്റെ മുകളിൽ കയറ്റിന് കയറിനെ അവിടെ നിന്ന് ബാക്ക് എടുത്താലും മുന്നിൽ എടുക്കുള്ളൂ. അപ്പൊ എന്തെങ്കിലും കണ്ടെയ്നറിന്റെ മുകളിൽ കൂടെ പോകാൻ ഇനി വികാതെ നോക്കി പോകണം. ഇനി കുറച്ച് കണ്ടെയ്നറും കയറ്റിനെ ഇങ്ങനത്തെ റാമും കയറ്റുന്നുണ്ടാവും ചുരുക്കാണ്. അപ്പൊ എന്തെങ്കിലും നമുക്ക് കണ്ടെയ്നറിന്റെ മുകളിൽ കൂടെ അങ്ങനെ കയറി പോയിട്ട് അപ്പൊ എന്തെങ്കിലും കുഴപ്പമാണ് കണ്ടെയ്നറും കയറ്റിന് കയറിയേ. അപ്പൊ എന്തായാലും ഫിനിഷ് ലൈനും കയറ്റിന് എത്തി. അപ്പൊ മുകളിലും കയറ്റിന് കണ്ടത്. അപ്പൊ ട്രെയിനിന്റെ മുകളിലും കയറ്റുന്നുണ്ടെന്ന് പറഞ്ഞത് ചെറിയ ലിക്വിഡും കയറ്റിനാണ്. അപ്പൊ ആ ലിക്വിഡ് കയറ്റിന് ഇതിന്റെ ഒപ്പം കൊണ്ടുപോയി കൊടുക്കാൻ നമ്മളോട് പറഞ്ഞു. അപ്പൊ എന്തായാലും മുകളിലും കയറ്റിന് എത്തിക്കുന്നത്. അപ്പൊ ഇവിടെ വണ്ടി നിർത്തിയാണ് നമുക്ക് ആ ലിക്വിഡ് കയറ്റിന് എടുക്കാൻ കഴിച്ചു. പെട്ടെന്ന് വണ്ടിന്ന് കയറ്റിന് ഇറങ്ങിയത്. പക്ഷെ ഇതിൽ ഏതാ 3 മയത്തിന്റെ ഏതെങ്കിലും മുകളിൽ എന്താ പറഞ്ഞത്. അപ്പൊ എന്തായാലും ലിക്വിഡും കയറ്റിന് എടുത്തത്. ആകാശാണ് ലിക്വിഡും കയറ്റിന് എടുത്താൽ നമുക്ക് നേരെ വണ്ടി കയറ്റിന് വെച്ച്. അപ്പൊ ബാഗിലും കയറ്റിന് വെച്ചില്ല. അപ്പൊ എന്തായാലും നമുക്ക് ബാഗ് കയറ്റിന് കൊടുക്കുമ്പോൾ അതിന്റെ അപ്പൊ കൊടുത്തിട്ട് വിചാരിച്ചു. അപ്പൊ നമ്മള് കാറിലും കയറ്റിന് കയറിക്കണം. അപ്പൊ നമ്മുടെ ബ്രദേഴ്സിന്റെ അടുത്ത് നമ്മൾ ഈ കാറും കയറ്റിനായിട്ട് പോകണം. അപ്പൊ പെട്ടെന്ന് ലാഗ് അടുപ്പിച്ചാണ് നമുക്ക് നേരം ഞാൻ അങ്ങോട്ട് പോയാൽ ആ കാറൊക്കെ എടുത്ത് വരുമ്പോൾ കുറെ ലാഗും കയറ്റിനാവും. അപ്പൊ നമ്മൾ ഈ കാറായിട്ട് കയറ്റിന് പോകുന്ന വെച്ചാൽ അപ്പൊ എന്തെങ്കിലും നമ്മൾ ഈ കാറും കയറ്റി റോട്ടും തന്നെ ഇറക്കി. അപ്പൊ നമ്മുടെ ബ്രദേഴ്സും കയറ്റിനപ്പോൾ അവിടെ വെയിറ്റ് ചെയ്തിട്ടുണ്ട് പറഞ്ഞ്. അപ്പൊ അതിൽ നമ്മൾ പെട്ടെന്ന് കത്തിച്ച് കയറ്റിന് പോകാം. നമുക്ക് ഈ ബാഗാണ് കൊടുത്തത്. നമ്മളെ ഡ്യൂട്ടിയും കയറ്റിന് കഴിഞ്ഞ് നമ്മൾ ആദ്യമായിട്ട് പറഞ്ഞ ഡ്യൂട്ടിയും കയറ്റിനായിട്ടുണ്ട് നമ്മൾ സമ്മതിച്ചത്. കുറച്ച് ക്രിമിനലും കയറ്റിനാണ് പോലീസിനെ ആക്രമിച്ച പോലീസിനെ നമ്മളെ പൈസ കയറ്റിന് അടിച്ചു മാറ്റിയത്. അപ്പൊ എന്തായാലും നമ്മൾ സ്ഥലത്ത് കയറ്റിന് എത്തി. അപ്പൊ നമുക്ക് ഇവിടെ വെയിറ്റ് ചെയ്തിരിക്കാനാണ് പറഞ്ഞത്. ഇവിടെ നമുക്ക് കാണുന്നില്ല. അപ്പൊ എന്തായാലും നമുക്ക് കുറച്ചേരം വെയിറ്റ് ചെയ്യുന്ന വരുമെന്ന് യാതൊരു. അപ്പൊ എന്തായാലും കാണിച്ചിട്ട് ഒരു ക്രിമിനലും കയറ്റിനാണ്. അപ്പോൾ ആരും കണ്ടാ പോലീസ് കേസ് ആവശ്യമായിട്ട് ഇവിടെ ഒളിച്ചിട്ടുണ്ട്. അപ്പൊ എന്തായാലും നമുക്ക് കുറച്ചേരം വെയിറ്റ് ചെയ്ത് നമ്മൾ ബാങ്ക് കയറ്റിനെടുത്താലും കുറച്ചേരം വെയിറ്റ് ചെയ്തിരിക്കുക. കുറച്ചേരം വെയിറ്റ് ചെയ്യുന്നപ്പോ വന്നിക്കണം. അപ്പൊ എന്തായാലും പ്രദേശം കയറ്റിന് വേറെ പരിചയപ്പെടുത്താനാണ്. അപ്പൊ ഇതാണ് ലിക്വിഡും കയറ്റിന്. അപ്പൊ ഇത് കുടിച്ചാൽ ബിഗ് ആവുന്ന പണതിൽ ഐസ്ക്രീം പറ്റിനും അതുണ്ട്. അപ്പൊ എന്തെങ്കിലും നമുക്ക് നേരെ കൊടുത്തു നോക്കാം. പൈസ കയറ്റി നമ്മൾ കൊടുത്ത് സെറ്റപ്പ് ആക്കിനെ. അതുപോലെ എടുത്തേണ്ട കഴിച്ചാലും പ്രദേശം കയറ്റിനെ കുടിച്ചിട്ട് കഴിച്ചു. ഒരു പ്രദേശം കൊടുത്തിന് അതെന്താ മാറ്റം നമുക്ക് നേരെ നോക്കി കാണാം. പ്രദേശം എടുത്ത് രണ്ടാമത്തെ പ്രദേശം കയറ്റിനെ കുടിച്ചിനെ. പക്ഷെ ഇപ്പൊ രണ്ടത്തിന് എന്താ മാറ്റം കയറ്റുന്നത് തോന്നുന്നുണ്ട്. അപ്പൊ കഴിച്ച് എന്തൊക്കെ സംഭവിക്കണേ യാതൊരില്ല. അപ്പൊ എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യുക. പക്ഷെ ഒരു പ്രദേശം എന്തൊക്കെ സംഭവിക്കണമെന്ന് പറഞ്ഞു. കഴിച്ച് എന്താ പ്രദേശം കാര്യത്തിന് ബിഗ് പ്രദേശം കാര്യത്തിന് അയക്കണേ. പക്ഷെ 2 പ്രദേശം കാര്യത്തിന് എന്തൊക്കെ സംഭവിക്കണം. അപ്പൊ എന്താ യാതൊരില്ല.